ചക്ക വെച്ചതാണ്. അപ്പോൾ അതിന് ചക്ക കെട്ടി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക. അതിനുശേഷം പാകത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇത് വേവിക്കാൻ വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാല ചേർക്കാം. ആദ്യം തേങ്ങ, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് ഒണിയനും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ജീരകം ഇട്ടിട്ട് ഇതിലേക്ക് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. നല്ലപോലെ ഇളക്കി വൃത്തിയാക്കി വെക്കുക. അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിനകത്ത് നമുക്ക് ഒരു ചെറിയ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചക്ക ഏകദേശം വെന്തിട്ടുണ്ടായിരിക്കും. നമ്മൾ തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളകി നോക്കുക. ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ മസാല ഇതിലേക്ക് ചേർക്കാനുള്ള സമയമായിരിക്കുകയാണ്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇടയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. എന്നാലും ചക്ക കുഴഞ്ഞ് നല്ല സ്മൂത്തി ആയിട്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ മസാല ചേർത്തിരിക്കിട്ടുണ്ട്. ഇതിൽ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട്. കുറച്ച് അടച്ചു ഉപയോഗമാകട്ടെ. എന്നല്ല പച്ച മണം വാർത്തത്. എന്നിട്ട് കൂടെ നമ്മളിതിനെ ഇളക്കി മിക്സ് ചെയ്യാൻ വേണ്ടി അതിനുശേഷം നമുക്കിതിനെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നല്ല കുഴഞ്ഞ പരുവത്തിലേക്ക് എടുക്കണം. കുഴച്ച് വെച്ചിട്ട് ഇതേ ഒരു പരുവത്തിൽ ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഒരു നല്ല എന്താ പറയുക, നല്ല കുഴഞ്ഞ് സോഫ്റ്റായിട്ട് വരും. അതുവരെ നമ്മളൊക്കെ സെറ്റാക്കി ആവും. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഇൻഗ്രീഡിയൻറ്റുകൾ ഒഴിച്ചുകൊണ്ട് കഴിച്ചാലൊരു സൂപ്പ്. എൻ്റെ മോനെ വേറെ ലെവൽ.